ഓക്കെ, ബാക്കിയുള്ളവർ വരട്ടെ, അവർ കേട്ടോളും. അങ്ങനെ ഭൃഗുമുനി പറയാണ്, മഹാരാജാവേ, സർവശക്തനായ ഭഗവാൻ വിഘ്നേശ്വരൻ പ്രഥമ പൂജാർഹനാണ്. അതായത് ആദ്യം പൂജ സ്വീകരിക്കാൻ അർഹനായ ദേവനാണ്. പ്രാചീന കാലം മുതൽ ഗണനാഥ പൂജയും സ്മരണയും വിഘ്നേശ്വരനെ സ്മരിക്കുന്നതും നിലവിലുള്ള സമ്പ്രദായങ്ങളാണ് അല്ലെ. പഴയ കാലം മുതൽ തന്നെ വിഘ്നേശ്വരനുള്ള മഹാഗണപതി ഹോമം പൂജയും അതേപോലെ തന്നെ എന്താണ് അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ളതും ഒക്കെ നിലവിലുള്ള ഒരു സമ്പ്രദായം തന്നെയാണ്. എന്നാൽ പുരാണ രചന ആരംഭത്തിൽ നമ്മുടെ വ്യാസമുനി പുരാണ രചനകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി തുടക്കമിട്ടു അല്ലേ. അപ്പോ എന്തു ചെയ്തു? ആ ഒരു പുരാണ രചന ആരംഭിക്കാൻ തുടക്കമിട്ടപ്പോ വേദവ്യാസ മഹർഷി എന്താ ചെയ്തത്? വിഘ്നേശ്വരനെ അങ്ങ് മറന്നുപോയി. അദ്ദേഹം വിഘ്നേശ്വരനെ മറന്നിട്ടാണ് പുരാണ രചന ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വേദവ്യാസ മുനിയുടെ ഓർമ്മശക്തി അങ്ങ് നഷ്ടപ്പെട്ടു. മർമ്മപ്രധാനങ്ങളായ പല സംഭവങ്ങളും അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ വേദവ്യാസ മുനിക്ക് സാധിക്കുന്നില്ല. ആ സമയത്ത് ഈ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും എഴുതാനിരുന്ന വേദവ്യാസ മഹർഷി ബ്രഹ്മദേവനെ ധ്യാനിച്ചിട്ട് പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, സൃഷ്ടാവേ, ചതുർവേദങ്ങൾ എല്ലാം വിഭജിച്ചെഴുതിയ ഞാൻ അതിനുശേഷം 4 വേദങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിനി പുരാണങ്ങൾ എഴുതാന്ന് കരുതി. പക്ഷേ മുഖ്യമായ പല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല. ഇത് ഭയങ്കര ഒരു ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്? ഞാൻ എങ്ങനെയാണ് ഇനി വീണ്ടും രചന ആരംഭിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ വ്യാസമഹർഷി പറഞ്ഞത് കേട്ടപ്പോ ബ്രഹ്മദേവൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ പറയാണ്, വ്യാസമഹർഷിയെ, മഹാപണ്ഡിതനാന്നുള്ള അഹങ്കാരം നിങ്ങളുടെ മനസ്സിലങ്ങ് വന്നൂല്ലേ. അതുകൊണ്ട് ആദ്യം പൂജ കൊടുക്കേണ്ട നമ്മുടെ വിഘ്നേശ്വരനെ അങ്ങ് മറന്നുപോയി. പുരാണ രചന എന്ന് പറയുന്ന ആശയം അങ്ങയുടെ മനസ്സിൽ വന്നപ്പോ ആദ്യ പൂജാർഹനായ ഗണനാഥനെ സ്തുതിച്ചുകൊണ്ടാണ് അപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അതല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആ കാര്യമേ മറന്നുപോയി. അങ്ങയുടെ ഓർമ്മശക്തിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? തടസ്സം, വിഘാതം സംഭവിച്ചിരിക്കുകയാണ്. വിഘ്നേശ്വരന് ആദ്യത്തെ പൂജകൾ അർപ്പിച്ചതിന് ശേഷം പുരാണ രചന നിങ്ങൾ ആരംഭിക്കൂ. ആ പുണ്യകർമ്മം നിങ്ങൾ ചെയ്താൽ വിഘ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അങ്ങനെ മൂലജ്ഞാനം നഷ്ടപ്പെടാതിരുന്നാൽ വേദവ്യാസ മഹർഷിക്ക് വിഘ്നേശ്വരനെ കുറിച്ച് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. മൂലജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട് വേദവ്യാസ മഹർഷിക്ക് വിഘ്നേശ്വരനെ കുറിച്ച് ഓർക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ചിന്താകുഴപ്പം ബ്രഹ്മദേവനെ അറിയിച്ചു. ബ്രഹ്മദേവ, എനിക്ക് അതുപോലും ഓർക്കാൻ പറ്റുന്നില്ല. മൂലജ്ഞാനം മുതലെല്ലാം ഞാൻ മറന്നുപോയി. എനിക്ക് വിഘ്നേശ്വരനെ കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രഭോ, വിഘ്നേശ്വരനെ കുറിച്ചുള്ള യാതൊരു അറിവും എനിക്ക് മൈൻഡിലേക്ക് വരുന്നില്ല. ആരാണ് വിഘ്നേശ്വരൻ? വേദവ്യാസ മഹർഷി ചോദിക്കുകയാണ് ബ്രഹ്മദേവനോട്, ആരാണ് വിഘ്നേശ്വരൻ? എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ശ്രുതികളിലൊക്കെ അദ്ദേഹത്തിനുള്ള സ്ഥാനവും ഗണേശ പുരാണത്തിന്റെ പ്രത്യേക മഹാത്മ്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരൂ, എനിക്ക് മറന്നുപോയി എന്ന് പറഞ്ഞു. എല്ലാം മറപ്പിച്ചു കളഞ്ഞു വിഘ്നേശ്വരൻ. അപ്പൊ ബ്രഹ്മദേവൻ പറയാണ്, സത്യവതീ പുത്ര, സത്യവതിയുടെ മകനെ, സർവപ്രധാന ദേവനും പ്രാഥമിക ആരാധ്യനും, അതായത് എല്ലാ ദേവഗണങ്ങളിലും വെച്ച് പ്രധാനമായവനും എല്ലാരാലും ആരാധിക്കപ്പെടുന്നവനുമായ സകല മഹാത്മ്യങ്ങളും ആർജിച്ചിട്ടുള്ള പരബ്രഹ്മ സ്വരൂപനാണ് ഭഗവാൻ വിഘ്നേശ്വരൻ. എന്താ പറയുന്നത്? സർവപ്രധാന ദേവനും സർവപ്രധാനമായ ഈശ്വരനും പ്രാഥമിക ആരാധ്യനും, ആദ്യം ആരാധിക്കേണ്ടവനും, സകല മഹാത്മ്യങ്ങളും ആർജിച്ചിട്ടുള്ള പരബ്രഹ്മസ്വരൂപനാണ് വിഘ്നേശ്വരൻ. ആര് പറയുന്നു? ബ്രഹ്മദേവൻ വേദവ്യാസ മഹർഷിയോട് പറയുന്നു. ആഗമശാസ്ത്രത്തില് 7 കോടി തിരുനാമ മന്ത്രങ്ങളാൽ ഗണേശനെ
കീർത്തിച്ചിട്ടുണ്ട്. ആഗമശാസ്ത്രത്തിലെ 7 കോടി തിരുനാമ മന്ത്രങ്ങൾ കൊണ്ടാണ് ഗണേശ്വരനെ കീർത്തിച്ചിരിക്കുന്നത്. തന്നെ ആരാധിക്കുന്ന ഭക്തരുടെ സർവ്വ വിഘ്നങ്ങളും അകറ്റിയിട്ട് അവരെ പരിപാലനം ചെയ്തരുളുന്ന പരത്പരനാണ് ഭഗവാൻ ഗണേശ്വരൻ. ആ പരാത്പരനെ അങ്ങ് ഓർക്കൂ, എല്ലാവരും ഓർക്കൂ. എന്താ പറയുന്നത്? അദ്ദേഹത്തെ, വിഘ്നേശ്വരനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ സർവ്വ വിഘ്നങ്ങളും അകറ്റി അവരെ പരിപാലനം ചെയ്യുന്ന പരാത്പരനാണ് ഭഗവാൻ വിഘ്നേശ്വരൻ. കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരൻ വിഘ്നേശ്വരനെ ധ്യാനിച്ച് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷമാകാനുള്ള മാർഗത്തെക്കുറിച്ച് ഒരിക്കൽ ഉപദേശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പരമശിവൻ വിഘ്നേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്താ പറയുന്നത്, ധ്യാനിച്ച് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷമാക്കാനുള്ള മാർഗം പറഞ്ഞത്? ആ ധർമ്മോപദേശമാണ് ഇപ്പോ വേദവ്യാസ മുനിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? അല്ലയോ വ്യാസ മഹർഷേ, രാവിലെ എഴുന്നേറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ കുളിച്ച് പവിത്രത ആർജിച്ച്, പവിത്രത എന്ന് പറഞ്ഞാൽ നല്ല മനസ്സും ശരീരവും ഒക്കെ നല്ല മനസ്സോട് ചിന്ത, വാക്ക്, പ്രവൃത്തി യാതൊരുവിധ മൈൻഡിൽ വേറൊന്നും വെക്കാതെ നല്ല ശുഭമായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട്, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട്, പൂർവ്വദിശയ്ക്ക് അഭിമുഖമായി ഇരുന്നിട്ട് ആചമനം, പ്രാണായാമം, മാനസോപഹാരം എന്നിവയൊക്കെ വിധിയൊക്കെ അനുഷ്ഠിച്ച്, ഇതൊക്കെ ചെയ്യാത്ത കുറെ ഭക്തരുണ്ട്, മീൻസ് അവർക്ക് അറിയാത്തവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? പ്രണവ ബീജാക്ഷര മന്ത്രത്തോടുകൂടി വിഘ്നേശ്വരന്റെ ഷഡാക്ഷരി മന്ത്രമോ, പ്രണവ ബീജാക്ഷര മന്ത്രം ഓം എന്ന് പറയുന്ന മന്ത്രത്തോടുകൂടി വിഘ്നേശ്വരന്റെ ഷഡാക്ഷരി മന്ത്രമോ ഏകാക്ഷരി മന്ത്രമോ ഭക്തിയോടുകൂടി ജപിക്കുക. നമ്മളും എന്ത് ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല മനസ്സോടും നല്ല ചിന്തയോടും നല്ല വാക്കോടും നല്ല വൃത്തിയുള്ള വസ്ത്രത്തോടും എഴുതിയിട്ടിരുന്നു ഓം എന്ന മന്ത്രത്തോടുകൂടി എന്ത് ചെയ്യണം? വിഘ്നേശ്വരന്റെ ഷഡാക്ഷരി മന്ത്രമോ ഏകാക്ഷരി മന്ത്രമോ നമ്മൾ എന്ത് ചെയ്യണം? ജപിക്കണം. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ വിഘ്നേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് പ്രസാദിക്കും. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ വിഘ്നേശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് വരെ അഖണ്ഡനാമയജ്ഞം തുടരേണ്ടതാണ്. ഇത് വേദവ്യാസ മഹർഷിയോടാണ് പറയുന്നത് കേട്ടോ, നമ്മളോടല്ല. നമുക്കിപ്പോൾ അഖണ്ഡനാമയജ്ഞം ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, ചെയ്താൽ നല്ലത്. അഖണ്ഡനാമയജ്ഞം തുടരുക. ഇപ്രകാരം നിഷ്ഠയോടുകൂടി ആരാധിക്കുന്ന ഭക്തന്മാർക്ക് കരുണാസമുദ്രമായ ഭഗവാൻ ഗണനാഥൻ പ്രത്യക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കും, ഒരു സംശയവും ഇല്ല. ബ്രഹ്മദേവനിൽ നിന്ന് വിഘ്നേശ്വര ഉപാസന വിധി, വിഘ്നേശ്വരനെ എങ്ങനെ ഉപാസിക്കണം എന്ന് പറയുന്ന ആ വിധി സ്വീകരിച്ച ശേഷം വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? ഇപ്രകാരം ചോദിച്ചു. എന്താ ചോദിച്ചത്? ബ്രഹ്മദേവ, വിഘ്നേശ്വര മന്ത്രവും ബീജമന്ത്രവും ഏവയാണ്? എന്താണ് വിഘ്നേശ്വര മന്ത്രവും ബീജമന്ത്രവും എന്താണ്? അവ എപ്പോൾ എപ്രകാരമാണ് ജപിക്കേണ്ടത്? നമ്മൾക്കും അത് അറിയണോ അല്ലേ? വിഘ്നേശ്വരന്റെ മന്ത്രവും ബീജമന്ത്രവും എന്താണ്? അത് ഏത് രീതിയിൽ എപ്പോഴാണ് ജപിക്കേണ്ടത്? അവ ജപിക്കുന്നത് കൊണ്ട് എന്ത് സിദ്ധികളാണ് ലഭിക്കുക? അതും നമുക്കറിയണോ അല്ലേ? അപ്പൊ ബ്രഹ്മാവ് പറയാണ്, വ്യാസമുനെ, വിഘ്നേശ്വരൻ ഓംകാര സ്വരൂപമാണ്. വിഘ്നേശ്വരൻ ഓംകാര സ്വരൂപമാണ്. സമസ്ത വേദങ്ങളും അദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങൾ പറയുന്നതാണ്. സമസ്ത വേദങ്ങളിലും അദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങളുണ്ട്. എല്ലാ മന്ത്രങ്ങളുടെയും ബീജാക്ഷര പൊരുളാണ് പ്രണവ മന്ത്രാക്ഷരം, ഓം എന്ന മന്ത്രാക്ഷരം. പ്രണവ മന്ത്രാക്ഷരം വിഘ്നേശ്വരനെ കുറിക്കുന്നതാണ്. ആ മന്ത്രാക്ഷരത്തിന് സീമാതീതമായ മഹാത്മ്യങ്ങളുണ്ട് ഓം എന്ന മന്ത്രത്തിന്. ആ പ്രണവ മന്ത്രാക്ഷരം ഉരുവിട്ടുകൊണ്ട് ദേവന്മാരും മഹർഷി ശ്രേഷ്ഠന്മാരും മനുഷ്യരും ഒക്കെ അഭീഷ്ട കാര്യങ്ങൾ നിർവിഘ്നം നേടിയെടുക്കുകയാണ്. അഭീഷ്ട കാര്യങ്ങളൊക്കെ വിഘ്നങ്ങളില്ലാതെ നേടിയെടുക്കുകയാണ്. ആരൊക്കെ? മഹർഷി ശ്രേഷ്ഠന്മാര്, ദേവന്മാര്, മനുഷ്യന്മാര്, എല്ലാവരും. വിരിഞ്ചന്റെ ഉപദേശം ശ്രവിച്ച്, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ, ബ്രഹ്മദേവന്റെ ഉപദേശം കേട്ടപ്പം വ്യാസമഹർഷി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വിധാതാവേ, വിശ്വപ്രശസ്തിയാർജിച്ച വിഘ്നേശ്വരന്റെ പുരാണ കഥ, വിശ്വപ്രശസ്തിയാർജിച്ച വിഘ്നേശ്വരന്റെ പുരാണ കഥ എനിക്ക് ഭയങ്കരം അത്ഭുതം നൽകി. അല്ലയോ പിതാമഹ,
അല്പം വലിയ രീതിയിൽ എനിക്ക് ഈ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. കാരണം എന്താ, ചെറിയ രീതിയിലൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുറെ കൂടി അറിയണം. കാരണം അത്രയും പരമപവിത്രമാണ് ആര്, നമ്മുടെ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. ആ വിഘ്നേശ്വരൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കഥയാണ്. ആ കഥയാണ് ആര് ഇന്ന് നമ്മുടെ എന്താ പറയുക, ലോകത്തുള്ളവർ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമാണ്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വലിയ വിഷയങ്ങളായിരിക്കും. വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് അത് നമ്മുടെ ജന്മാന്തരങ്ങൾ നമ്മളെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലോകം മുഴുവൻ വിഘ്നേശ്വരനെ കുറിച്ച് മോശമായി സംസാരിച്ചാലും നമ്മളാരും ഗുരുവായൂർ മഞ്ജരീസിലൂടെ സംസാരിക്കരുത്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മുടെ ജന്മാന്തരങ്ങൾ അത് നമ്മളെ പിന്തുടരും. അതുകൊണ്ട് ഒരിക്കലും ആ വഴിക്ക് ചിന്തിക്കരുത്. നമുക്ക് വിഘ്നേശ്വരൻ്റെ കഥയിലൂടെ എല്ലാ സങ്കടഹര ചതുർത്ഥി ദിവസവും കടന്നു പോകാം. ചില പ്രത്യേക ദിവസങ്ങളിലും എടുത്തു തരാം. വിഘ്നേശ്വരൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ?